ഞാനിങ്ങനെ സ്ഥിരം IFFK-യിലൊക്കെ നല്ല ആർട്ട് ഫിലിംസ് ഒക്കെ കാണുന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കഥ. ഒരു അമ്മ മരിക്കാറായി കിടക്കുന്നു. അപ്പം പുറത്തുനിന്നൊക്കെ 3 പിള്ളേര് വരുന്നു. പിന്നെ സ്വത്തിനുള്ള തർക്കം, അവര് തമ്മിലുള്ള ഒരു ഫാമിലിയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമ പടം വേറെ ലെവൽ പടം. സ്റ്റോറി വൈസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും മറ്റേ ഒരു നമുക്കൊരു ഫീൽ കൂട്ട് ആദ്യം അവസാനം വരെ നമ്മളൊരു പഴയ ഒരു നിഷ്ടാൽജിയ തോന്നുന്നു. അതുപോലെ ഒരു പടം കേട്ടോ, അടിപൊളി പടം. പഴയ ഒരു പടമില്ല, നമ്മുടെ ഒരു കൂട്ടുകുടുംബമൊക്കെ ഉണ്ടല്ലോ, പഴയ പ്രവാസികളായി പോയി അവർ തിരിച്ചു വന്നവർ അവരുടെ വീട്ടിൽ അമ്മയുടെ കഥകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിനിമ. പഴയ ഇന്ത്യയുടെ ഒരു കഥ, ഒരു പടമൊക്കെ നമ്മൾ കാണിയല്ലേ, പഴയ കണ്ടിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തന്നെ കണ്ടവർക്ക് അറിയാം. ആ ഒരു മൂഡിലാണ് പടം പോകുന്നത് കേട്ടോ. എല്ലാ ഫാമിലി മൂവിയാണ്. എല്ലാവരും എന്തായാലും ആൾക്കാർ പറഞ്ഞു തന്നെ സിനിമയ്ക്ക് കയറും. വിജയിക്കേണ്ട അത്യാവശ്യമാണ് ഈ പടം കേട്ടോ. ഫാമിലിക്ക് എസ്പെഷ്യലി ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസസും ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. ഭയങ്കര ഒരു വൈബോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതൊന്നും പ്രതീക്ഷിച്ച് വരരുത്. ഒരു ലൈഫുള്ള സിനിമ, കണ്ടിറങ്ങുന്നൊക്കെ ഒരു ഫീലോടെ ഇറങ്ങാൻ പറ്റുന്ന 3 പേരുടെ അസാധ്യ പെർഫോമൻസ് കാണാൻ പറ്റുന്ന സിനിമ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അതിനെപ്പറ്റി അറിയൂ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു കേസ് മാത്രമേ ഉള്ളൂ. സിനിമയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല കഥയുണ്ട്. ആക്ച്വലി ഫാമിലീസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമ്മൾക്ക് യൂഷ്വലി കാണുന്ന നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നല്ല, അതെ, ശരിക്കും നല്ലതാണ്. എപ്പോഴും കണ്ടിറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു കാംനെസ് ഉണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. നല്ലതാണ്. മ്യൂസിക്സും സ്കോർസ് ഒക്കെ എന്തോരം മൂവിക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല മ്യൂസിക് ആണ് ആക്ച്വലി. എല്ലാം അതിന്റെ A to Z കാര്യങ്ങള് പടമാണ്. ഇദ്ദേഹത്തിന്റെ സിനിമയാണ്. ഇത് ആ പറഞ്ഞ വാക്കുകളും എല്ലാം, ആ വാക്ക് പഠിക്കാൻ തന്നെ ഞാൻ സമയം എടുത്തു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി. നല്ല അതിമനോഹരമായ ഒരു മൂവി, ഗംഭീര സിനിമ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു ഫാമിലി, ഒരുപാട് വീട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരു കഥയാണ്. ഒരുപാട് ഇമോഷൻസ്. ജോജു അതിഗംഭീര, ജോജു, സുരാജ്, അലൻ സിറിയേട്ടൻ, എല്ലാവരും പുതുമുഖമായിട്ട് വന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തു. ആൻഡ് ശരൺ ഓൾസോ ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ്. നല്ല മൂവി, വേറെ ലെവലായിരുന്നു. അത് പൊളിച്ചിട്ടുണ്ട് എല്ലാം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി വേണം. ചില രംഗങ്ങളില് നമുക്ക് ഇമോഷണൽ പാർട്സ് എല്ലാം വർക്കാവും. ഒന്നും വർക്കാവാത്തതില്ല. ഇതുപോലൊരു ചെറിയ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് മൂവി എന്തെങ്കിലും? അത് എനിക്കറിയില്ല. അത് കുടുംബത്തിന് മകത്തുള്ള ഒരു കഥയെ പറ്റിയാണ്. നല്ല രസമായിരുന്നു. ഗിവ് ആൻഡ് ടേക്ക്, there was a give and take in acting. സോ അങ്ങനെ ആളുകൾ വരുന്ന സമയത്ത് നമുക്കും അത് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാലോ. ഹലോ, ഒന്നുമില്ല, എന്താ നോക്കിയതാ പടം. ഉഗ്രം പടമാണ്. നല്ല പടം. ആൾക്കാരെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കൂടി ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണല്ലോ. ഇപ്പൊ ഈ സമയത്ത് ഇറങ്ങുമ്പോഴാണെങ്കിലും കൂടുതൽ ഈ ഫൈറ്റ്, വയലൻസ് കാര്യങ്ങളുടെ ഇടയിലൂടെ ഒരു ഫാമിലി പടം വരുമ്പോൾ ഒരു അതെ, ട്രാക്ക് മാറ്റാനുള്ള നമുക്ക് ഓരോ കാലഘട്ടത്തിലും മലയാള സിനിമ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനൊരു പടം വന്ന് ബ്രേക്ക് ചെയ്യും. അപ്പൊ ബിഗ് ബി, അങ്ങനെ പല സിനിമകളുണ്ടല്ലോ, സ്റ്റൈൽ മാറ്റിയിട്ട് വേറൊരു ട്രാക്കിലേക്ക്. എനിക്ക് തോന്നുന്നത്, എന്റെ അഭിപ്രായം, നമ്മളിപ്പോ ഭയങ്കര വയലൻസിൽ കുറെ ബ്ലഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക, അതിൽ നിന്നൊന്ന് സമാധാനപ്പെടുത്താനായിട്ട് അതിൽ നിന്നൊന്നും വേറൊരു മൂഡിലേക്ക് ഒരു ചെറിയ ഒരു ഹിന്ദി പാട്ടിട്ട് വൈകുന്നേരം ഒരു കാപ്പി കുടിക്കുന്ന മൂഡ്. കുറെ നാളായിട്ട് ഇതിന്റെ പുറകെ തന്നെ ഓട്ടത്തിലാണ്. ഇങ്ങനെ ഒരു സിനിമ എനിക്ക് അതിലൂടെ തിരിച്ചു വരാൻ പറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പടം കണ്ടില്ലേ അല്ലേ? ഒരുപാട് സന്തോഷം. മനസ്സറിഞ്ഞേക്കാൻ തോന്നുന്നു. താങ്ക് യു.